നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന കേസ് നൽകിയത്. 27 വർഷം നീണ്ടുനിന്ന ദാമ്പത്യം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത കോടതിയെ സമീപിച്ചത്. വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഗീത ഹർജിയിൽ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇരുവരും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചതായും ഉടൻ തന്നെ വിവാഹമോചന ഹർജി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മക്കൾക്ക് വേണ്ടി വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം. വിജയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 22-ന് സംഗീതയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടുമെന്നും പ്രചരണങ്ങളുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ വിജയും ഭാര്യ സംഗീതയും വിവാഹമോചന നീക്കങ്ങളിൽ നിന്ന് പിന്മാറി വീണ്ടും ഒന്നിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ആലപ്പി അഷ്റഫ് ഇതേക്കുറിച്ച് പങ്കുവച്ച വിവരങ്ങൾ ശ്രദ്ധ നേടുകയാണ്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ നടത്തിയെന്ന് പറയപ്പെടുന്ന ഇടപെടലുകളെ കുറിച്ചാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത്. വിജയുടെ കാമുകിയെന്ന അഭ്യൂഹമുള്ള നടി തൃഷ കൃഷ്ണനെ കുറിച്ചും ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് തന്റെ വിവാഹമോചന കേസ് നിലനിൽക്കെ ഭാര്യ സംഗീതയുമായി ഒന്നിക്കുന്നു എന്ന ചൂടേറിയ വാർത്തകൾ എങ്ങും ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ചയ്ക്ക് ചൂടും ആക്കവും കൂടിയപ്പോഴാണ് നടി തൃഷ കഴുത്തിലൊരു താലിയുമായി പ്രത്യക്ഷപ്പെടുന്നത്. സംഗീത കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയിൽ പറയുന്നത് വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നാണ്. അത് തൃഷയാണെന്നുള്ള നിഗമനത്തിലാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പല പൊതുവേദികളിലും ആഘോഷങ്ങളിലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എത്താറുള്ളത്. ഈ അടുത്ത സമയത്ത് നടൻ അജിത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് അവിടെയും എത്തിയത്. ഇപ്പോൾ തമിഴ് മീഡിയയിലൊക്കെ വിജയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പുതിയ കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയുടെ മകൻ സഞ്ജയ് ഫോൺ ചെയ്ത് അമ്മയുമായി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞതായി ചിലരൊക്കെ പറയുന്നു. അമ്മയുടെ അമ്മയ്ക്ക് മരുമകൾ സംഗീതയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. അവർ തന്റെ മരുമകളെക്കുറിച്ച് വാഴ്ത്തി പറയുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണ്. വിജയുടെ അമ്മയ്ക്ക് ജ്യോത്സ്യത്തിൽ വലിയ വിശ്വാസമാണെന്നും ഡൽഹിയിലുള്ള ഒരു ഉന്നത ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരം അമ്മ ഇടപെട്ട് വിജയെയും സംഗീതയും തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അവർ തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകിയെന്നുമൊക്കെയാണ് വെളിയിൽ വരുന്ന വാർത്തകൾ. ഇതൊക്കെ തമിഴ് ചാനലുകളും യൂട്യൂബേഴ്സും പുറത്തുവിടുന്ന വാർത്തകളാണ്. ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ഈ വാർത്തയ്ക്ക് കിട്ടിയിട്ടുമില്ല. ഇതുകൂടാതെ സംഗീത വിവാഹമോചന കേസ് പിൻവലിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിജയുടെ മകൻ സഞ്ജയ്ക്ക് 26 വയസ്സും മകൾ ദിവ്യയ്ക്ക് 21 വയസ്സും പ്രായമുണ്ട്. വിജയുടെ ഭാര്യ സംഗീത മക്കളുമൊത്ത് ലണ്ടനിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ ഒന്നാകുന്നുവെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം തമിഴ് ജനതയ്ക്കും മറ്റെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സംഗീത വിജയ് ഒത്തുചേരലിന്റെ വാർത്തയ്ക്കൊപ്പം തൃഷയുടെ കഴുത്തിലെ താലിയും ചർച്ചാ വിഷയമായി. എന്നാൽ അത് താലി ആയിരുന്നില്ല, താലി പോലെ തോന്നുന്ന ഒരു ലോക്കറ്റ് ആയിരുന്നു എന്നും അതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ധരിച്ചതായിരുന്നു എന്നും ആരാധകർ പറയുന്നു. കുടുംബ വിഷയം എന്തൊക്കെ തന്നെ ആയാലും വിജയുടെ രാഷ്ട്രീയ ഭാവിയെ അതൊന്നും ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കുകയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയ്. അതിനുള്ള കാരണം മാതൃകാപരമായ ഒരു ഭരണമാണ് വിജയ് അവിടെ കാഴ്ചവെക്കുന്നത് എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. വിജയുടെയും സംഗീതയുടെയും വിവാഹമോചന ഹർജി പരിഗണിക്കുന്നത് ചെങ്കൽപ്പേട്ട് മഹിളാ കോടതി ഓഗസ്റ്റ് 7 മാറ്റി. രണ്ടുപേരും കോടതിയിൽ ഹാജരായില്ല. വീഡിയോ കോൺഫറൻസ് വഴി സാന്നിധ്യം അറിയിക്കാമെന്ന ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. നിശ്ചിത രൂപത്തിൽ വക്കാലത്ത് നൽകാത്തത് എന്തെന്ന് സംഗീതയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. വിജയും സംഗീതയും വീണ്ടും ഒന്നിക്കുമെന്നും ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ കോടതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. 27 വർഷം നീണ്ട വിവാഹബന്ധത്തിൽ നിന്നും നിയമപരമായ വേർപിരിയൽ ആവശ്യപ്പെട്ട് സംഗീതയാണ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയത്. വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. വീണ്ടും ഒന്നിക്കാൻ ന്നതിന്റെ സൂചനകളാണോ ഇതെന്ന ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ട് സംഗീതയെയും വിജയെയും അനുനയിപ്പിച്ചെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സംഗീതയ്ക്ക് വലിയ തുക കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് മറ്റൊരു വാദം. അതേസമയം കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. കോടതി നടപടികൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. കാരണം രമ്യമായ വേർപിരിയലല്ല ഇത്. വർഷങ്ങൾ മുന്നോട്ടു പോകുന്തോറും വിജയ് തൃഷ വിവാഹമെന്ന സാധ്യതകൾ ഇല്ലാതാകുമെന്നും വാദമുണ്ട്. ഇനി വിജയും സംഗീതയും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചെങ്കിൽ തൃഷയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വിജയ് എടുക്കുമെന്ന ചോദ്യവുമുണ്ട്. അതേസമയം വിജയ്ക്കൊപ്പം തൃഷ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. വിവാഹത്തിന് പ്രാധാന്യം നൽകുന്നയാളല്ല തൃഷ. 43-കാരിയാണ് തൃഷ. അവിവാഹിതയായി തുടരുന്ന നടി വിവാഹം എന്ന ചോദ്യം പലപ്പോഴും നേരിടാറുണ്ട്.
വിവാഹത്തിനല്ല താൻ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതെന്ന് തൃഷ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതേസമയം ജീവിത പങ്കാളി തനിക്ക് ആവശ്യമാണെന്നും തൃഷ പറഞ്ഞിട്ടുണ്ട്. 2015 വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയതായിരുന്നു തൃഷ. ബിസിനസ്സുകാരനായ വരുൺ മന്യനുമായി തൃഷ പ്രണയത്തിലായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ച ഇരുവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്നാൽ ഈ വിവാഹം നടന്നില്ല. തൃഷയുടെ സിനിമാ കരിയറിന് വരുൺ എതിർപ്പ് പറഞ്ഞു. ഇതാണ് വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം. തന്റെ ജീവിതത്തിലുണ്ടായ പ്രണയബന്ധങ്ങളെക്കുറിച്ച് ചിലപ്പോഴൊക്കെ തൃഷ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. നടൻ റാണ ദഗുപതിയുമായുള്ള പ്രണയബന്ധം സിനിമാ ലോകത്ത് ചർച്ചയായതാണ്. എന്നാൽ വിജയ്ക്കൊപ്പം ചേർത്ത് വരുന്ന ഗോസിപ്പുകളോട് തൃഷ പ്രതികരിച്ചിട്ടില്ല. ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തുവന്ന ശേഷം തൃഷയും വിജയും ഒന്നിലേറെ തവണ ഒരുമിച്ച് കണ്ടിരുന്നു. ബന്ധം ഇവർ പരസ്യമാക്കിയെന്നാണ് ഏവരും പറയുന്നത്. വിജയ് തൃഷ ജോഡി ആഘോഷിച്ച ആരാധകർക്ക് പോലും ഈ ബന്ധത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സംഗീത നേരിടുന്ന അനീതിയാണ് ഇതിന് കാരണം. വിജയ്ക്കൊപ്പം 2 പതിറ്റാണ്ടിലേറെ ജീവിച്ച ഭാര്യയാണ് സംഗീത. 2 മക്കളെ വളർത്തി വലുതാക്കി വിജയ് സിനിമാ തിരക്കുകളിലായതിനാൽ മക്കൾ 2 പേരുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സംഗീതയാണ്. വിജയ് സിനിമാ തിരക്കുകളിലായതിനാൽ മക്കൾ 2 പേരുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയത് സംഗീതയാണ്. ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച സംഗീതയ്ക്ക് അവസാനം നൽകിയത് വേദനയും അപമാനവുമാണ്. ഡിവോഴ്സ് നേടുന്നതിന് മുൻപേ തന്നെ വിജയ് ബന്ധം പരസ്യമാക്കി കഴിഞ്ഞു. ഇനി സംഗീതയ്ക്ക് മുന്നിലുള്ള ജീവിതം എന്തെന്ന ചോദ്യം പലർക്കുമുണ്ട്. ഇതിനിടെ സംഗീതയുടെ ബന്ധു നടത്തിയ വെളിപ്പെടുത്തൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും ശ്രദ്ധ നേടുകയാണ്. വിജയാണ് വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്യാൻ സംഗീതയെ നിർബന്ധിതയാക്കിയത് എന്നാണ് ഈ വെളിപ്പെടുത്തൽ. ഡിവോഴ്സ് നടപടികളിലേക്ക് സംഗീത നിർബന്ധിക്കപ്പെട്ടതാണ്. ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തതിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല കുട്ടികൾ, വിനീതമായ പെരുമാറ്റം. സംഗീത ഒരു നല്ല അമ്മയും ഭാര്യയുമായിരുന്നു. കർമ്മ എപ്പോഴും തിരിച്ചുവരുമെന്നാണ് സംഗീതയുടെ ബന്ധുവിന്റേതെന്ന് പേരിൽ പ്രചരിക്കുന്ന കമന്റുകൾ. പല അഭിപ്രായങ്ങളാണ് ഇതേക്കുറിച്ച് വരുന്നത്. 4 വർഷം മുൻപേ ഒത്തുതീർപ്പായ വിഷയമാണിതെന്നും ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ വന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. പൂർണ്ണമായും വിജയെ അനുകൂലിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മരുമകളുടെ വേദന SA ചന്ദ്രശേഖർ കണ്ടില്ല എന്ന് നടിച്ചെന്നും നെറ്റിസൻസ് വിമർശിക്കുന്നു. വിജയ് സംഗീത വിവാഹത്തിന് പ്രധാന കാരണം SA ചന്ദ്രശേഖർ ആണ്. സംഗീതയെ വിവാഹം ചെയ്യാൻ വിജയ്ക്ക് നിർദ്ദേശം നൽകിയതും SA ചന്ദ്രശേഖറാണ്. US-ലെ ധനിക കുടുംബമാണ് സംഗീതയുടേത്. മകന്റെ ജീവിതത്തിൽ അക്കാലത്ത് വലിയ സ്വാധീനം SA ചന്ദ്രശേഖറിനുണ്ടായിരുന്നു. പിന്നീട് വിജയ് താരമായി വളർന്നു. പിതാവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത തരത്തിൽ വിജയുടെ താരമൂല്യം കുതിച്ചുയർന്നു. ഈ വിവാദങ്ങൾക്കിടയിലും വിജയ് തന്റെ രാഷ്ട്രീയ കർത്തവ്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്നാൽ വ്യക്തി ജീവിതത്തിലെ ഈ തകർച്ചകൾ അദ്ദേഹത്തിന്റെ ആരാധകരെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. തൃഷയുടെ സാന്നിധ്യവും അത് സൃഷ്ടിച്ച വിവാദങ്ങളും കുടുംബത്തിന്റെ അസാന്നിധ്യവും ചേർന്ന് വലിയൊരു നാടകീയതയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നൽകിയത്. വിജയ് എന്ന നടനിൽ നിന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വന്തം കുടുംബത്തെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന ചോദ്യം ഇനിയും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. വിജയും തൃഷയും വിവാഹിതരാകുമെന്ന അഭ്യൂഹങ്ങൾ കൂടുകയാണ്. ഒരുപാട് മറച്ചുവെക്കാൻ താരങ്ങൾക്ക് ഇന്ന് താല്പര്യമില്ല, പ്രത്യേകിച്ചും തൃഷയ്ക്ക്. തെരഞ്ഞെടുപ്പ് വിജയം പോലും വിജയ് തനിക്ക് തന്ന സമ്മാനമായാണ് തൃഷ കാണുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തുകയും ചെയ്തു. പൊതുവെ ഗോസിപ്പുകളെ അവഗണിക്കുന്നയാളാണ് വിജയ്. ഗില്ലി എന്ന സിനിമയിലാണ് ആദ്യമായി തൃഷയ്ക്കൊപ്പം വിജയ് അഭിനയിക്കുന്നത്. 4 സിനിമകളിൽ ഇവർ ഒരുമിച്ച് അക്കാലത്ത് അഭിനയിച്ചു. 2008 കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തി. റിപ്പോർട്ടുകൾ പ്രകാരം അക്കാലത്തെ ഇവർ പരസ്പരം അടുത്തിരുന്നു. കുടുംബത്തിന്റെ എതിർപ്പ് കാരണമാണ് വിജയ് തൃഷയ്ക്കൊപ്പം അഭിനയിക്കുന്നത് നിർത്തിയത്. 15 വർഷങ്ങൾക്ക് ശേഷം ലിയോ എന്ന സിനിമയിൽ ഇവർ വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.